നമ്മൾ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ താൽക്കാലികമായി നമ്മൾ എന്തെങ്കിലും ഒരു അവരവരുടെ കുടുംബത്ത് ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു റൂം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് വാടകയ്ക്ക് വീട്ടിൽ താമസിക്കണ മാതിരി താൽക്കാലികമായി നമ്മളൊരു ബാലാലയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ശ്രീകോവിൽ കെട്ടും നേരെ മുമ്പിൽ തന്നെ. അതിലേക്ക് ഈ ദേവി മുരുകസ്വാമി മഹാവിഷ്ണു ശ്രീ ഗോപാലകൃഷ്ണനെ അങ്ങോട്ട് മാറ്റി അവിടെ കുറച്ച് ദിവസം അങ്ങനെ നമ്മൾ ഈ ശ്രീകോവിലിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം അത് നിങ്ങളുടെ പ്രതിനിധീകരിച്ച് ഈ ഭക്തജനങ്ങളായിട്ടുള്ള ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളാണ് ഇത് ചെയ്യണത്. അല്ലാതെ നിങ്ങളുടെ ഒരു ഇത് ആണെന്ന് സങ്കല്പിച്ചിട്ട് അവരവർക്കുള്ള തനു ധനം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും എങ്ങനെയാണെങ്കിൽ എന്തൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റും പരമാവധി നമുക്ക് ആ ദേവന്റെ ഹിതത്തിന് വേണ്ടി ദേവന് ഇരിക്കാനുള്ളതാണ്. നമ്മളെ നിത്യം ആരാധിച്ചു പോരുന്ന ആ ദേവന് വളരെ ഭംഗിയായിട്ട് ഉള്ള ഒരു ഇരിപ്പിടം നമ്മൾ നൽകുകയാണ്. അപ്പോൾ കരിങ്കല്ല് പാകി അതിൻ്റെ നേരേക്ക് അതിൻ്റെ പുനഃപ്രതിഷ്ഠാദി കർമ്മങ്ങളും കലശവും നടത്തണമെന്നാണ് ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കിയത്. കലശം ഏതാണ്ട് മാർച്ച് അവസാനത്തോടുകൂടി ആണ്, മാർച്ച് 28-ാം തീയതി ഒക്കെ ആയിട്ടാണ് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളും കാര്യങ്ങളും നടത്തുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഒരു ഫെബ്രുവരി 1 ബാലാലയത്തിലേക്ക് മാറ്റും. ദേവി ഈ ശ്രീകൃഷ്ണസ്വാമി മുരുകനെയും ബാലാലയത്തിലേക്ക് മാറ്റും. ഒരു 2 മാസം നമ്മൾ താൽക്കാലിക ഇതിലാവും ഉണ്ടാവുക. അതിനുശേഷം കലശത്തിന് വന്നു കഴിഞ്ഞാൽ ആദ്യം സാധാരണ ആ ശ്രീകോവിലിൻ്റെ എവിടെ അതിൻ്റെ പ്രതിഷ്ഠാസ്ഥാനത്ത് ആ സ്ഥാനത്താണ് അവിടെ വയ്ക്കുക. വെച്ചിട്ട് പ്രതിഷ്ഠാദി കർമ്മങ്ങൾ നമ്മൾ നടത്തുന്നത്. പിന്നെ എല്ലാ ഭക്തജനങ്ങളോടും പ്രത്യേകമായി പറയാനുള്ളത് എന്താണ്, എല്ലാ അവരവരുടെ കുലദൈവങ്ങളെ മാനിക്കാണ്ട് നിങ്ങൾ ഏത്
ഗുരുവായൂരായാലും മറ്റ് ഏത് സ്ഥലങ്ങളിലായാലും അവിടേക്ക് പോകേണ്ടതാണ് അല്ലാന്നല്ല. ആദ്യം ചെയ്യേണ്ടത് അവരവരുടെ ആ നിത്യം കാണുന്ന കുലദൈവങ്ങളെയാണ്. അവർക്ക് അതിന് നല്ലൊരു സംവിധാനം, ഇരിപ്പിടവും സംവിധാനം എല്ലാം നമ്മൾ കൊടുക്കും തോറും നമുക്ക് അതിനനുസരിച്ച് ഐശ്വര്യ അഭിവൃദ്ധി അവരവരുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് ഇത് എത്തിപ്പെടുക. അപ്പം അതിനായി എല്ലാവരും അതിനെ യോജിച്ച മനസ്സോടുകൂടി ഒരേ രീതിയിൽ ഒരേ സ്വരത്തിൽ എല്ലാവരും അതിന് ചേർന്ന് അതിന് ഭംഗിയായിട്ട് ആ ബാലാലയ പ്രതിഷ്ഠയും കലശവും എല്ലാം നടത്താൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പിന്നെ പരമാവധി ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും, നിങ്ങൾ ഒരാളെന്നല്ല എല്ലാവരും പങ്കാളികളാണെന്ന് പ്രത്യേകം അതിനെ പറയുകയാണ്. ഇന്നിപ്പോൾ ഞാൻ അതിനു മുമ്പൊക്കെ വന്ന സമയത്ത് ഓരോ അവതാരങ്ങളോ, ഇന്ന് ദശാവതാരത്തിൽ നരസിംഹമൂർത്തിയാണ്. ഇത് നമ്മൾ നരസിംഹമൂർത്തി പറഞ്ഞ ഒരു ഗൗരവതരമായ ഒരു കാര്യമാണ് ഈ കാര്യം. അപ്പം അതിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ല നമ്മൾ ഒരു നിസ്സാരമായിട്ടല്ല കണക്കാക്കുന്നത്. വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദേവന്മാരുടെ കലശവും കാര്യങ്ങളും നടത്തേണ്ടതാണ്. അതിൻ്റെ ആ പരിപൂർണ വിജയത്തിനായി എല്ലാവരും ഒരു പ്രഹ്ലാദ രീതിയിൽ ആ ഭഗവാന്റെ എല്ലാ ഭക്തന്മാരെ എന്നുള്ളൊരു സങ്കല്പത്തിൽ എല്ലാവർക്കും അതിൻ്റെ ഭഗവാന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹം ഏത് സമയവും യഥാവിധി ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ആശീർവദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ. കത്തിജ്വലിക്കുന്ന കണ്ണുകളില്ല, കെട്ടും പൊട്ടുന്ന അട്ടഹാസമില്ല, കത്തിജ്വലിക്കുന്ന കെട്ടും പൊട്ടുന്ന അട്ടഹാസമില്ല, കുവലയമിഴികളിൽ നിറഞ്ഞൊഴുകുന്നത്, അമ്മ നൽകുന്നൊരു വാത്സല്യ പീയൂഷം, അമ്മ നൽകുന്നൊരു വാത്സല്യ പീയൂഷം, അമ്മ നൽകുന്നൊരു വാത്സല്യ പീയൂഷം, അമ്മ നൽകുന്നൊരു വാത്സല്യ ലക്ഷ്മിയോ വാണിയോ കാലിയോ ആരാകിലും എനിക്കമ്മയാരംബികേ, ദുർഗയോ ലക്ഷ്മിയോ വാണിയോ കാലിയോ ആരാ